ഈ ആഴ്ചയിലെ മെഗാ എപ്പിസോഡ് തീ പാറും. ബലരാമൻ സാഗറിനെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരികയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന സുജാത കൺമണിയെ പോയി കാണുകയാണ്. രാത്രി തന്നെ കൺമണിയെ പോയി കണ്ട് കൺമണിക്ക് കുറേ ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയാണ്. നിന്റെ മനസ്സിലുള്ള ആ വലിയ രഹസ്യം മറ്റാരും ഇനി അറിയാൻ പാടില്ല, മോൾ അമ്മയ്ക്ക് വാക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കൊണ്ട് സത്യം ചെയ്യിച്ച് സുജാത അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സുജാത അവിടുന്ന് പോയ ശേഷം കൺമണിയുടെ അടുത്തേക്ക് ശ്രീനി വരികയാണ്. തുടർന്ന് കൺമണി പിന്നെ ശ്രീനിയോട് കള്ളം പറയുകയാണ്. അമ്മ വന്നത് കൃപയ്ക്ക് ഒരു അഡ്മിഷന്റെ കാര്യം പറയാനാണ്. കൃപയ്ക്ക് മറ്റേതൊരു കോഴ്സിൽ ചേരാനാണ് ആഗ്രഹം, പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്നെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി കൺമണിയുടെ മുഖത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ ശ്രീനി പിന്നെ കൺമണിയോട് മോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നുണ പറയുന്നത്, മോളി പറഞ്ഞ പച്ച കള്ളമാണെന്ന് അച്ഛനറിയാം. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ അച്ഛനോട് അയ്യോ അച്ഛ, അച്ഛനൊന്നും തോന്നരുത്, ആ സത്യം എനിക്ക് അച്ഛനോട് പറയാൻ സാധിക്കില്ല, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല, സാഗർ സാറിന്റെ കുടുംബത്തെ ബാധിക്കുന്ന വലിയൊരു സത്യമാണ്, അത് ഞാൻ അച്ഛനോട് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞോളാം എന്ന് പറയുകയാണ് കൺമണി. ഇവിടുന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ് ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്ന് എന്തൊക്കെയോ കൂട്ടിയും കിഴിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ദേവ്ജി വന്നിട്ട് കൃഷ്ണനോട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി നല്ല ഗൗരവത്തിൽ പിന്നെ ദേവ്ജിയോട് ദേവ്ജി എൻ്റെ അച്ഛൻ്റെ കടബാധ്യത എത്രയും ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് നല്ല ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുകയാണ്. അതൊന്നും നിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. തുടർന്ന് കൃഷി വീണ്ടും ദേവ്ജിയോട് എൻ്റെ അച്ഛൻ വിചാരിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും വലിയ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ എൻ്റെ അച്ഛന് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതിന്റെ സാധ്യത വളരെ കുറവാണ്, അലിഗയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് സാഗറിനെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല, സാഗറിന് ഇത്രയും വലിയ ഫണ്ട് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല. തുടർന്ന് കൃഷി വീണ്ടും ദേവ്ജിയോട് എൻ്റെ അച്ഛനെ ഞാൻ തോൽക്കാൻ അനുവദിക്കില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന മറ്റൊരു ഐഡിയയാണ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബലരാമനെ വിളിച്ചറിയിച്ചാലോ, ബലരാമൻ നാട്ടിലേക്ക് വരണം, എൻ്റെ ചേട്ടൻ നാട്ടിലേക്ക് എത്തണം, ഞാനിപ്പോൾ എൻ്റെ ചേട്ടനെയും ചേട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല, എൻ്റെ ചേട്ടനോട് പറഞ്ഞാൽ വളരെ നിസ്സാര സമയം കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുമെന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണനോട് അത് സാഗറിന് ഇഷ്ടപ്പെടുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് സാഗറിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചേട്ടൻ വിചാരിച്ചാലേ ഇപ്പോൾ അച്ഛനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ, പിന്നെ ബലരാമൻ അന്യനൊന്നുമല്ലല്ലോ, അച്ഛൻ്റെ മകൻ തന്നെയല്ലേ, അച്ഛനോട് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും ഇത് അനുവദിക്കില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണനോട് ബലരാമൻ വരുന്നതിൽ നിനക്ക് പരാതിയുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ ദേവ്ജിയോട് ഞാൻ എന്തിനു വിഷമിക്കണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്, അല്ലെങ്കിലും എൻ്റെ ചേട്ടൻ തന്നെയല്ലേ ഇവരുടെ യഥാർത്ഥ മകൻ, എൻ്റെ ചേട്ടൻ തന്നെയല്ലേ ശരിക്കും വരേണ്ടത്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് കൃഷ്ണ. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ കോൾ വരികയാണ്. തുടർന്ന് കൃഷ്ണ അവിടെ നിന്ന് മാറിപ്പോയിരുന്ന് കൺമണിയുടെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് സാർ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ് ഞാൻ ഓക്കെ അല്ല, ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ദേവ്ജിയോട് സംസാരിക്കുകയായിരുന്നു, എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോയാണ്, എൻ്റെ അച്ഛൻ തോൽക്കാൻ പാടില്ല എന്നൊക്കെ കൺമണിയോട് പറഞ്ഞുകൊണ്ട് ആ ഫോൺ വെക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം സാഗറിന്റെ വീട്ടിലേക്ക് ഒരു വക്കീൽ വരികയാണ്. തുടർന്ന് കൃപ അതാരാണ് എന്താണെന്ന് അറിയാതെ നേരെ വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ്. തുടർന്ന് സാഗർ വന്നിട്ട് വക്കീലിനോട് സംസാരിക്കുകയാണ്. സാഗർ പറഞ്ഞ അനുസരിച്ചാണ് ആ വക്കീൽ വന്നിരിക്കുന്നത്. ആ പണമിടപാടുകാര്, ആ ബ്ലേഡുകാര് സാഗറിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് വക്കീൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട് സുജാതി ആന്റിയമ്മി കൃപയൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വക്കീൽ അവിടെ നിന്ന് പോയ ശേഷം സുജാതി ആന്റിയമ്മി പിന്നെ സാഗറിനോട് സാഗർ പ്രശ്നമാണോ എന്ന് ചോദിക്കുക. തുടർന്ന് സാഗർ പ്രശ്നം ഇത്തിരി ഗൗരവമാണ്, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഒരു പക്ഷേ നാളെ ഉണ്ടാകണമെന്നില്ല, നിങ്ങൾ ആരും ഇതിന്റെ പേരിൽ എന്നെ വെറുക്കരുത്. തുടർന്ന് സാഗർ പറഞ്ഞ കൃപയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ അച്ഛൻ എങ്ങാനും വീണ് പോയാൽ മോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃപയെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ടാകെ കിളിപോയി നിൽക്കുകയാണ് സുജാതി ആന്റിയമ്മയൊക്കെ. തുടർന്ന് കാണിക്കുന്ന വരുണും മാനസിയും ജയമോനും കൂടി സംസാരിക്കുന്നതാണ്. വരുൺ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല, ജയമോഹന്റെയും മാനസിയുടെയും പ്ലാനൊക്കെ നടക്കുമോ എന്ന് വരുൺ ഇവരോട് സംശയം ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിയും ജയമോനും വരുൺ ഉറപ്പ് കൊടുക്കുകയാണ്. വരുൺ ധൈര്യമായിരിക്കുക, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ ജയമോഹനോടും മാനസിയോടും ഞാൻ ഒരുപാട് പേർക്ക് പൈസ പലിശയ്ക്ക് കൊടുക്കുന്നതാണ്, ഞാൻ പലിശയ്ക്ക് കൊടുക്കുമ്പോൾ അവർ തിരിച്ചടയ്ക്കാൻ സൗകര്യമുള്ളവരാണോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആരൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഞാൻ അന്വേഷിക്കാറുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ കൃഷിന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് മാനസിയും ജയമോനും വരുൺ ഞങ്ങളെക്കുറിച്ച് എന്താണ് കരുതിയത് എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളി മറക്കിലാണ്. തുടർന്ന് വരുൺ പിന്നെ തന്റെ മനസ്സിലുള്ള കാര്യം ഇവരോട് പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് കൺമണിയെ കല്യാണം കഴിച്ചാൽ മാത്രം മതി, കൺമണിയെ കല്യാണം കഴിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, എനിക്ക് കൺമണിയെ കല്യാണം കഴിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. എന്നാൽ അത് കേട്ട് ജയമോന് മാനസിക സന്തോഷമാവുകയാണ്. ഇങ്ങനൊരു മണ്ടരെ കിട്ടാൻ പുണ്യം ചെയ്യണം. തുടർന്ന് ജയമോനും മാനസികവും വരുണ ഉറപ്പ് കൊടുക്കുകയാണ്,
വരുൺ ആഗ്രഹിച്ച പോലെ തന്നെ കൺമണിയെ വരുൺ എന്തായാലും കിട്ടിയിരിക്കും. എന്തായാലും കൃഷ്ണന്റെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സാഗറിനെ രക്ഷിക്കാൻ ആരും വരില്ല, സാഗറിനെ രക്ഷിക്കാൻ ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വാക്ക് കൊടുക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗർ എങ്ങോട്ടാ പോകുന്നതിന് വേണ്ടി ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആന്റിയമ്മയും സുജാതയും സാഗറിനോട് സാഗർ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ജയമോഹനെ കാണാൻ വേണ്ടിയാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ജയമോഹനെ സാഗർ ഇപ്പോൾ പോയി കാണണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ദേഷ്യം വരികയാണ്. എന്നോട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ ജയമോഹനെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജയമോഹനെ ഞാൻ കാണണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്കും സുജാതയ്ക്കും മറുപടി കിട്ടുന്നില്ല. രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ നല്ല ദേഷ്യത്തിൽ സുജാതയോടും ആന്റിയമ്മയോടും എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ രഹസ്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും സുജാതയും ആന്റിയമ്മയും ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുറന്ന് സാഗർ നല്ല ദേഷ്യത്തിൽ പിന്നെ സുജാതയോടും ആന്റിയമ്മയോടും എൻ്റെ ശത്രുക്കൾക്കൊപ്പമാണ് ഞാനിപ്പോൾ രാത്രി ഇവിടെ കിടന്നുറങ്ങുന്നത്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയും സുജാതയ്ക്കും ഒന്നും തന്നെ മിണ്ടാൻ സാധിക്കാതെ രണ്ടുപേരും നിന്ന് കരയുകയാണ്. തുടർന്ന് സാഗർ നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ വന്നിട്ട് ആന്റിയമ്മയോട് സുജാതയോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പാവം അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൃപ അമ്മയോടും ആന്റിയമ്മയോടും ദേഷ്യപ്പെടുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.